ഇപ്പം ഈ സ്വപ്നങ്ങളെ പറ്റി എന്താണ് അഭിപ്രായം? സ്വപ്നത്തെ പറ്റി ഒരു കാര്യം എനിക്കറിയാം, സ്വപ്നം ത്യജിച്ച സ്വർഗം. അത് ശരിയാണ്. അപ്പൊ നമ്മൾ സ്വപ്നങ്ങൾ കാണാതിരിക്കണം എന്നാണ് പറയുന്നത്. സ്വപ്നം ത്യജിക്കണം. എങ്ങനെ ത്യജിക്കാൻ പറ്റും? നമ്മൾ സ്വർഗം നമ്മൾ ത്യജിക്കുക എന്താണെന്ന് ആദ്യം അറിയണം. സ്വപ്നം നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ പറ്റില്ല. കാരണം സ്വപ്നം നമ്മുടെ കൺട്രോളിൽ കിടക്കുന്ന കാര്യമല്ല. തീർച്ചയായും. അപ്പൊ അതെങ്ങനെ നമ്മൾ ത്യജിക്കും? അതാണ് എനിക്കറിയില്ലാത്ത. അതുകൊണ്ടല്ലേ എനിക്ക് ഇതുവരെ സ്വർഗം ലഭിക്കാത്തത്. ഈ സ്വപ്നം സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്നത് നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്, അതോ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെയാണോ കാണുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തെങ്കിലുമൊക്കെയാണ് കാണുന്നത്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ മനസ്സിലുള്ള അവിടെ എവിടെയും കണ്ടും കേട്ട സാധനങ്ങൾ ഉള്ളിൽ കിടന്നിട്ട് അത് സ്വപ്നമായിട്ട് വരുന്നതാണോ, അതോ ഇതുവരെ ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സ്വപ്നമായിട്ട് വരുന്നതാണോ? എനിക്ക് തോന്നുന്നത് അവിടെ കിടന്ന കണ്ടും കേട്ടും എന്നുവെച്ചാൽ നമ്മളിപ്പം നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അതെല്ലാം കൂടെ മിക്സ് ആയിട്ട് ഇങ്ങനെ സ്വപ്നമായിട്ട് വരുന്നതാണ്. കിടന്നുറങ്ങാൻ നേരത്ത് വരുന്ന ഒരു സാധനമാണ്, ഇങ്ങനെ വരും. അതാണ് സ്വപ്നം. എവിടുന്നാണ് സ്വപ്നം വരുന്നത്? എങ്ങോട്ടാണ് സ്വപ്നം പോകുന്നത്? ഇത് തുടങ്ങുന്നതും ഒടുങ്ങുന്നതും നമുക്കറിയില്ല. ഇതെങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ ഒടുങ്ങുന്നു? പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നമ്മൾ ഉറങ്ങുമ്പോഴാണ് സ്വപ്നം വരുന്നത്. തീർച്ചയായും. ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമല്ല. ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാവണം സ്വപ്നം. പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായും. താങ്കൾ എന്താണ് ദൂരെ പോയിരിക്കുന്നത്? കുറച്ചുകൂടെ അടുത്തോട്ട് വരും. താങ്കളുടെ സ്വപ്നം കാണുകയാണ്. നമ്മളിപ്പോ ഇത് സ്വപ്നമാണോ അല്ലയോ നമുക്ക് എങ്ങനെ അറിയാം? അതാണ് സ്വപ്നം കാണുകയാണെങ്കിലോ അത് നമ്മൾ എണീക്കുമ്പോഴേ അറിയാൻ പറ്റും ഇത് സ്വപ്നമായിരുന്നോ അല്ലയോ. അതായത് ഇവിടെ നിന്ന് എഴുതേക്കണോ? തീർച്ചയായും. ഇവിടുന്ന് എഴുന്നേറ്റ് അറിയാൻ പറ്റുമോ? ഞാനൊരു കാര്യം താങ്കൾ എഴുന്നേറ്റ് നോക്കട്ടെ. താങ്കൾ നേരത്തെ പറഞ്ഞു ഉറങ്ങുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. ഇപ്പൊ നമ്മൾ ഉറങ്ങുകയല്ലല്ലോ, നമുക്കത് അറിയാമല്ലോ. അപ്പൊ എങ്ങനെയാണ് സ്വപ്നം വന്നത്? അതിന് ഉണരണ്ടേ ആദ്യം? നമ്മൾ ഉറങ്ങുകയാണോ? അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നേരത്തെ താങ്കൾ പറഞ്ഞ കണക്ക്, ഇരുമ്പ് പറഞ്ഞ കണക്ക്, നമ്മൾ ഈ അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം കൂടെ കേട്ടും കണ്ട കാര്യങ്ങളെല്ലാം കൂടെ നമ്മളിങ്ങനെ ഉറങ്ങി കിടക്കാൻ നേരത്ത് നമ്മുടെ ബ്രെയിനിൽ സിഗ്നൽസ് ഇങ്ങനെ വരും. എന്നിട്ട് എന്തായാലും ഉറങ്ങയല്ലേ ഇവൻ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാണിക്കാന്ന് പറഞ്ഞ് ബ്രെയിനിന്റെ ചെറിയ കുസൃതിയാണ്. അത് ബ്രെയിനിന് വെറുതെ ഇരിക്കാൻ പറ്റാത്ത ബ്രെയിനിന് വെറുതെ ഇരിക്കാൻ പറ്റാൻ ബ്രെയിനിന്റെ ഓരോ കളികൾ സ്വപ്നം. വേണമെങ്കിൽ ബ്രെയിനിൽ വെറുതെ ഇരിക്കാം, ഷട്ട് ഡൗൺ ചെയ്ത്. എന്തുകൊണ്ട് ഇത് വെറുതെ ഇരിക്കുന്നില്ല? വെറുതെ ഇരുന്ന രസം പോയി. താങ്കൾ ഒരു റൂമിൽ വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ എത്ര നേരം വെറുതെ ഇരിക്കും? അത് പറ്റത്തില്ല. അതുപോലെ ബ്രെയിനിന് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ട, അതിന് വേണ്ടിയിട്ടുള്ള ബ്രെയിനിന്റെ ചില കുസൃതികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു സംഭവം അറിയാം. നമ്മളിപ്പം നമ്മളിങ്ങനെ വാക്കല്ലാതെ കിടക്കത്തില്ലേ, ഇങ്ങനെ കിടക്കത്തില്ല. ഇങ്ങനെ. അപ്പൊ അങ്ങനെ കിടക്കാൻ നേരത്ത് നമ്മുടെ രക്തഓട്ടം ഒന്നും കറക്റ്റ് ആയില്ലെങ്കിലേ ബ്രെയിൻ ഇങ്ങനെ നമ്മളെ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയുള്ള സ്വപ്നങ്ങൾ കാണിക്കും നമ്മൾ പറയുന്നത്. അത് ഉണർത്താൻ വേണ്ടി. കാരണം നമ്മളെ വേറെ ആരും വിളിച്ചുണർത്തത്തില്ല, നമുക്ക് തന്നെത്താനെ ഉണർന്നേ പറ്റത്തുള്ളൂ. അപ്പം ബ്രെയിൻ നമുക്ക് ഉണരാൻ വേണ്ടി ഇങ്ങനെ മറ്റില്ല സാധനമില്ലേ, ഈ കട്ടിലിന്റെ അടുത്ത് കിടന്നിട്ട് ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട്, ആ സാധനം. അപ്പൊ നമ്മളൊന്ന് ഞെട്ടി നമ്മുടെ കൈയൊക്കെ ഒന്ന് ഫ്രീ ആക്കും. അതായത് നമ്മുടെ ശരീരത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ബ്രെയിൻ ഇത് ചെയ്യുന്നത്. ശരിക്കും സ്വപ്നം നല്ലതാണ്. അങ്ങനെ നോക്കുമ്പോ സ്വപ്നം നല്ലതാണ്. അങ്ങനെ കാണുമ്പോ സ്വപ്നം വളരെ അല്ലാതെ സ്വപ്നങ്ങൾ നല്ലതാണെങ്കിലോ നമുക്കത് അറിഞ്ഞുകൂടാത്തതാണെങ്കിലോ, നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നല്ലതാണോ മോശമാണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അത് ഏതെങ്കിലും രീതിയിൽ നല്ലതാക്കി എടുക്കാൻ പറ്റിയെങ്കിലോ, നമുക്ക് പറ്റിയാലോ. ഒരു സ്വപ്നം കണ്ടു, ഒരു റാൻഡം സ്വപ്നം നമ്മൾ ഇന്നും കണ്ടു. നമ്മൾ നോക്കുമ്പോ എന്തൊക്കെയോ കണ്ടു, പക്ഷെ അത് നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും നല്ലതുണ്ട്, നമുക്ക് നല്ലതാക്കി എടുക്കാൻ പറ്റും. എവിടെയോ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഒരു പെണ്ണ് സ്വപ്നം കണ്ട് ലോട്ടറി അടിക്കുന്നത്. ആ പെണ്ണ് ആ ലോട്ടറിയിലെ നമ്പർ ഓർമ്മ ഉണ്ടായിരുന്നു. ആ പെണ്ണ് അത് പോയി എടുത്ത് ലോട്ടറി അടിച്ച് പറഞ്ഞില്ല. അപ്പൊ സ്വപ്നം നമ്മൾ കറക്റ്റ് രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത അപ്പൊ ഈ പെണ്ണിന്റെ ബ്രെയിൻ എങ്ങനെ അറിയാൻ പറ്റി ഈ ലോട്ടറിക്ക് ഫസ്റ്റ് കിട്ടുമെന്ന്? അതാണ് ഞാൻ കാണുന്ന സ്വപ്നമാണ് കേട്ടത്. അല്ല, അത് ഒറിജിനൽ സ്വപ്നം അല്ല. പറഞ്ഞോളൂ. അപ്പൊ അതൊരു അതീന്ദ്രിയമായ സിദ്ധിയല്ലേ? നമ്മൾ കാണുന്ന സ്വപ്നം. എന്നെ കണ്ട ഒരു ഡിനോസർ ഇങ്ങനെ കടിക്കുന്നു തലയിൽ. ഇത് വെച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ ഈ സ്വപ്നം വെച്ചിട്ട്? ഓടണം. അല്ല, ആ പെണ്ണ് ലോട്ടറി വാങ്ങിച്ചിട്ട് ജയിച്ചില്ല, അല്ലെ ലോട്ടറി അടിച്ചില്ല. അതുപോലെ ഡിനോസർ കടിക്കുന്ന സ്വപ്നം കണ്ട് ഞാൻ ഡിനോസറിനെ കണ്ടുപിടിക്കുന്നു കടി വാങ്ങാനായിട്ട്. എന്താണ് അത് ശരിയാണ്. ഈ പെൺകുട്ടികൾക്ക് മാത്രമേ നല്ല സ്വപ്നം കാണാൻ പറ്റത്തുള്ളൂ അല്ലേ? അങ്ങനെയാണ് സ്വപ്നം വളരെ. ഇനി നല്ല മനസ്സുള്ളവർക്കാണെങ്കിലോ നല്ല സ്വപ്നം വരുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് നല്ല സ്വപ്നങ്ങൾ കാണേണ്ടതല്ലേ? താങ്കൾ കാണുന്നില്ലല്ലോ, അതിൽ നിന്ന് തന്നെ മനസ്സിലായി താങ്കളുടെ മനസ്സ് വളരെ താങ്കളെ പോലെ തന്നെ. നേരത്തെ ആ ചോദ്യം നല്ലത്. നമ്മളിപ്പോ
ഒരു കൊക്കയില് വീടും സ്വപ്നം കണ്ടു. എന്താണ് അതിന്റെ അർത്ഥം? അതുകൊണ്ട് എന്താണ് നമുക്ക് നേടാൻ പറ്റുന്നത്? നമ്മൾ വീഴാൻ പോവുകയാണ് എങ്ങോട്ടോ, പിടിച്ചിരുന്നോ എന്നാണ് പറയുന്നത് ഒരു സ്വപ്നത്തിൽ. നമ്മുടെ ബ്രെയിൻ കൊക്ക എന്ന് പറയുന്ന ഒരു ഉപമയാണല്ലേ? അപ്പൊ ഉപമയായിട്ട് എടുക്കാം. ഒന്നെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒരു കാര്യമില്ല ചുമ്മാ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഈ ബ്രെയിൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നി, ലൈക് ഫ്യൂച്ചറിനെ പറ്റി ബ്രെയിനിന് എന്തെങ്കിലും, ഇപ്പൊ നമ്മളോ ഒന്നും ചെയ്യുന്നില്ല, ബ്രെയിനെങ്കിലും തോന്നുമല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, മനസ്സിലായില്ലേ? അങ്ങനെ കാണിച്ചു വരുന്നതാണെങ്കിലും ഈ സ്വപ്നം അത് നല്ല പ്രത്യേകം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വപ്നം ഒരുപാട് കാണേണ്ടി. തീർച്ചയായും എന്തെങ്കിലും ചെയ്യടാന്ന് പറയുന്നതായിരിക്കും അല്ലേ ഈ സ്വപ്നം? അതെ അതെ. ഉറങ്ങാതെ എണീറ്റ് എന്തെങ്കിലും ചെയ്യ്. നിനക്കൊരു ഐഡിയ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, മനസ്സിലായില്ലേ? നീ ലോട്ടറി ഉണ്ട് അല്ലെങ്കിൽ ഈ സാധനം ചെയ്യ്, അതായിക്കൂടെ സ്വപ്നം. അതാണ് മറ്റേ പുള്ളി പറഞ്ഞത്, ഉണർന്നിരിക്കുമ്പോ കാണുന്നതായിരിക്കണം സ്വപ്നം. അത് ഇതോട്ട് എന്താണ് ബന്ധം? ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. തീർച്ചയായും. അപ്പൊ അത് വിട്, ഇതിലേക്ക് വാ. ഉണർന്നിരിക്കുമ്പോ നമ്മള് സ്വപ്നം കാണാൻ പാടില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. സത്യം സത്യം. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഉണർന്നിരിക്കുമ്പോ കാണുന്നതല്ല സ്വപ്നം, പിന്നെ നമ്മൾ ഉറങ്ങുമ്പോ കാണുന്നതാണ് സ്വപ്നം. ഉണർന്നിരിക്കുമ്പോ കാണുന്ന സ്വപ്നമല്ല, ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കാഴ്ച കാണും, നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ കാണും. അത് വളരെ തീർച്ചയായും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോ ഉണർന്നിരിക്കുകയാണ് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു? നമ്മൾ ഉണർന്നിരിക്കുകയാണെന്ന് നമ്മൾ തൊട്ട് മുമ്പ് വരെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഉണർന്നിരിക്കണം. ഉറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഉറങ്ങണം. തീർച്ചയായും. ഈ ഉറക്കവും ഉണർവും തമ്മിലുള്ള എവിടെയാണ് അത് തമ്മിൽ ട്രാൻസിഷൻ ആണ്. അതെ, ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് പോകുന്ന ആ ഒരു പോയിന്റ് അതെവിടെയാണെന്നല്ലേ താങ്കൾ ചോദിച്ചത്? ഞാനിത് ഒരുപാട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം. അത് ആ പോയിന്റ് നമ്മുടെ എപ്പോ എവിടെയെങ്കിലും വരാമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ അപ്പൊ ഞാൻ ഈ സ്വപ്നം എന്റെ ഇടയിൽ കയറ്റിക്കൊണ്ട് പറയാണ്, നമ്മള് സ്വപ്നം കണ്ട് ചാടി എണീക്കില്ലേ, അപ്പോഴത്തെ ഉറക്കത്തിന്റെ ഉണർവിന്റെ ഇടയ്ക്കുള്ള അതിനല്ലേ നമ്മൾ സ്വപ്നം, അവിടെ ആ സ്വപ്നമല്ലേ ആ സാധനം. അതിനെ പറ്റി എന്ത് പറയുന്നു? ഏതാണ്? ഉറക്കം ഉണരുന്നു, അതിന് ഇടയ്ക്ക് നമ്മൾ സ്വപ്നം കാണുന്നു, അപ്പോഴത്തേക്ക് ആ ഇടയ്ക്കുള്ള ട്രാൻസിഷൻ അല്ലേ സ്വപ്നം. സ്വപ്നത്തിന് നമുക്ക് അങ്ങനെ നമ്മളിങ്ങനെ ഉറങ്ങിയിട്ട് ഉണരുന്നതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു സാധനമല്ലേ സ്വപ്നം. എന്റെ അറിവിലൊരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ ഈ സ്വപ്നം കണ്ടു തുടങ്ങുന്നില്ലേ, ആ സാധനം എത്രത്തോളം നമ്മുടെ മൈൻഡിന് ഒരു 90% മനസ്സിന് ഓർമ്മ കാണത്തില്ല, മനസ്സിലായില്ല? അവസാനത്തെ ഒരു 10 മിനിറ്റ്, അതായത് സ്വപ്നത്തിന്റെ വലിയ സ്വപ്നത്തിന്റെ ഒരു കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ഓർമ്മ കാണൂ. ആ ഓർമ്മയുള്ള ഭാഗമാണ് താങ്കളിപ്പം ട്രാൻസിഷൻ പീരീഡ് എന്ന് ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? അപ്പൊ ബാക്കി ഒരു സംഭവം ഇങ്ങോട്ട് കിടപ്പുണ്ട്, അതെന്താണ് നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതെങ്ങനെ അറിയാൻ പറ്റും നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടുന്നു? പക്ഷെ അവിടെ ഇതിനെപ്പറ്റി ഞാൻ മുമ്പേ സംസാരിച്ചായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ, അറിയില്ല എന്നറിയാത്ത കാര്യങ്ങൾ, അതിൽ ഏതോ ഒരു വീഡിയോയിൽ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഈ അറിയേ ഇല്ലാത്ത കാര്യങ്ങൾ പോലത്തെ ഒരു സാധനമാണ് ഇത്. ഇതിന് മുന്നേ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളല്ല ഈ പറയുന്നത്, ഞാൻ പറഞ്ഞല്ല, ഇതിനെപ്പറ്റി പഠിക്കുന്നവരുണ്ടല്ലോ, അവര് പറഞ്ഞതാണ്. ഈ പഠിക്കുന്നവരെ പറ്റി എനിക്കൊരു കാര്യം ചോദിക്കാൻ. പഠിക്കുന്നവർ കൃത്യമായിട്ട് സ്വപ്നത്തിന്റെ സമയം പറയും, ഇത്ര സമയം സ്വപ്നം. അതെങ്ങനെ ഉറക്കത്തിൽ ആരാണ് നമ്മൾ വാച്ച് നോക്കുന്നത്? അല്ല, പഠിക്കുന്നവർ ചില സ്വപ്നത്തിലൊക്കെ വാച്ച് കാണും നമ്മുടെ കയ്യിൽ. ഓക്കെ, അതിൽ ആ സമയം നമ്മൾ വാച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതെങ്ങനെ? അത് വളരെ കപടമായിട്ടുള്ള ഒരു കള്ളത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സ്വപ്നത്തിൽ നമ്മൾ ചില സാധനങ്ങൾ കാണാൻ പറ്റത്തില്ല നമുക്ക്. ഫോർ എക്സാമ്പിൾ ഫോൺ സ്വപ്നത്തിൽ വരത്തില്ല. ഇല്ല, കണ്ടിട്ടുണ്ടോ താങ്കൾ സ്വപ്നത്തിൽ ഫോൺ? എന്റെ അറിവിലില്ല, എന്റെ ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മയില്ലാത്ത ചിലപ്പോൾ നമ്മൾ കണ്ടു കാണും. നമ്മുടെ ഓർമ്മയിലുള്ള സ്വപ്നത്തിൽ ഒരിക്കലും ഫോൺ വരില്ല എന്നാണ് പറയുന്നത്. ഫോൺ അതുപോലെ എന്തൊക്കെയോ 3-4 സാധനങ്ങളുണ്ട്, ഇതൊന്നും നമ്മുടെ ഓർമ്മയിൽ വരില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന് വലിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ അങ്ങനെ സ്വപ്നത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന വ്യക്തികൾ ഒരു പക്ഷേ സ്വപ്നത്തിന്റെ സമയം പറഞ്ഞേക്കാം. എന്റെ ചോദ്യം എങ്ങനെ അവർക്കത് മനസ്സിലാവുന്നു? അതായത് ഉറങ്ങുന്നവരല്ല പറയുന്നത് എത്ര നേരം സ്വപ്നം കണ്ടെന്ന്, ഉണർന്നിരിക്കുന്നവരാണ് പറയുന്നത്. അവർക്കെങ്ങനെ അറിയാം അവർ സ്വപ്നം കാണുകയാണോ അല്ലയോ? ആളുടെ ബ്രെയിൻ വേവ്സ് വെച്ചിട്ട് നമുക്ക് സ്വപ്നം കാണുമോ അല്ലയോ എന്ന് പറയാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ശാസ്ത്രത്തിന്റെ നമ്മൾ അറിയുന്നില്ല. അതല്ല, അത് എനിക്കതല്ലാതെ വേറൊരു കാര്യം അറിയാം. ഇപ്പൊ ഈ കണ്ടുപിടിച്ച് പറയുന്നവര് ഇപ്പം ഇത്ര ടൈം ഉറങ്ങി, ഇത്ര ടൈം ഉറങ്ങിയില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഉറങ്ങുന്നതിന്റെ ഇടയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ വിട്ടുപോകും, അങ്ങനെയൊക്കെ പറയുന്നതിനെ പറ്റി എനിക്കൊരു അഭിപ്രായമാണ്. പറഞ്ഞു. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ വാച്ച് കെട്ടി കിടന്നു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ വാച്ച് കാണും കയ്യിൽ, മനസ്സിലായില്ലേ? ഇപ്പൊ ഇത് നിങ്ങൾ വിശ്വസിച്ചാണെങ്കിൽ ഇത് ഞാൻ ചുമ്മാ പറഞ്ഞു.
ഇതുപോലെ പറയുന്നതാണെങ്കിലും അവന്മാര് അതെ അത് ചുമ്മാ ഇങ്ങനെ കട്ടിയങ്ങൾ നമ്മള് മണ്ടന്മാര് നമ്മള് കേട്ടിട്ടാ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ വേണമെങ്കിൽ നമുക്ക് അറിവില്ലാത്തോണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. തീർച്ചയായും തീർച്ചയായും ഇപ്പൊ ഉദാഹരണത്തിന് വേറൊരു സംഭവം ഉണ്ട്. അതും താങ്കൾ കള്ളം പറയുകയാണെങ്കിൽ അല്ല ഇത് എന്റെ അല്ല. ഇപ്പൊ ഉദാഹരണത്തിന് താണ്ടേ ഈ സാധനം ക്യാപ്റ്റനെ കണ്ടിട്ടുള്ള എല്ലാരും മരിച്ചു പോവുക എന്ന് പറയും. അതായത് ക്യാപ്റ്റനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാരും മരിക്കും. ഓക്കെ, അപ്പൊ ഈ അല്ലല്ല വേണ്ട. ഇപ്പൊ ഈ ക്യാപ്റ്റനെ കണ്ടിട്ടുള്ള എല്ലാരും മരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരാൾ പറയണം ക്യാപ്റ്റനെ പറ്റി വർണ്ണിക്കുകയാണ്. ക്യാപ്റ്റനെ ഉണ്ട്, തലയിലൊരു എ ഉണ്ട്, ഇവിടെ ഒരു നക്ഷത്രമുണ്ട്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അയാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? കണ്ടിട്ടുള്ള എല്ലാരും മരിച്ചു പോകുന്നേ. പിന്നെ അയാൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഇയാൾ ഇങ്ങനെയാണെന്ന്? അയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ മരിച്ചു പോയി കാണണ്ടേ? ഇതെല്ലാം എല്ലാ സാധനത്തിൽ വരും. എന്തോ ഒരു പാരഡോക്സ് നമ്മൾ പറയുന്നത്. അതിനകത്ത് വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? ഇതുപോലെ ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം ഇതുപോലെ ഇങ്ങനെ തട്ടി വിടുന്നതാണെങ്കില ഉറക്കത്തിന്റെ ഇടയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകുന്ന അവര് തന്നെ പറയുന്നു. എന്നിട്ട് അവര് തന്നെ പറയുന്നു ഇത്ര സമയം കാണുന്നൊക്കെ പറയുന്നു. എന്ത് ചെയ്യാനാണ് ഇതെല്ലാം നമ്മുടെ മാനിപ്പുലേറ്റ് ചെയ്യുക അവര് കാണിക്കുന്നവരൊന്നും. ഇത് ചിലപ്പോ സത്യമായിരിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു. അത് പാരാസൈക്കോളജിയിലേക്ക് കയറേണ്ടി വരുന്നുണ്ടോ? നമുക്ക് വേറെ ആളെ സ്വപ്നത്തിൽ കയറാൻ പറ്റിയിരുന്നെങ്കിലേ എന്റെ അഭിപ്രായത്തിൽ സ്വപ്നം വളരെ വളരെ മനോഹരം. അപ്പൊ നകുലം കാണാൻ സ്വപ്നം നകുലി കാണാൻ പറ്റുമോ? കൊള്ളാം. മലയാളത്തിൽ സോറി എന്ന് പറയും. പക്ഷേ ബ്രെയിനിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ഇങ്ങനെ ഈ വിഷ്വൽസ് വരുന്നത്? എവിടെയാണ്? പക്ഷെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ പല ഭാവങ്ങളിൽ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്വപ്നം കാണാൻ ഉണ്ടായതാണ്. നമ്മളിങ്ങനെ എന്തിനാണ് എപ്പോഴും സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത്? സൂപ്പറായിട്ട് കണ്ടുപിടിക്കുന്ന സ്വപ്നം. സ്വപ്നത്തിൽ ഇവിടെ വേറെ തന്നെ നെഞ്ചെടുത്ത്. എന്നിട്ട് സ്വപ്നത്തിന് റിസൾട്ട് വന്നപ്പോ അതിന് തോറ്റ റിസൾട്ട് വന്നില്ല. ഒരു ദിവസം കണ്ടു നിർത്തി, ഞാൻ എഴുന്നേറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. അടുത്ത ദിവസം കൂടെ തുടങ്ങിയപ്പോ സെയിം അതിന്റെ ബാക്കി. ആ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് താങ്കൾ വന്നാലും താങ്കൾ ഇപ്പോഴും സ്വപ്നം കാണുന്നു.